വെളുത്തവന്മാരുണ്ട്. ഞാൻ പത്ത് കൊടുത്തായിരുന്നു എന്റെ ഉമ്മ എനിക്ക് പാകുന്നവന്. ആ പേര് തന്നെയാണ് വേടൻ കിട്ടിയിരുന്നത്. വേടനെ വേടനും മകൻ ബാബു. പക്ഷേ ഞങ്ങൾ അതിന്റെ പുറത്ത് മറ്റൊരു പേര് കുറിച്ചാണ് വേടൻ ബാബു. അങ്ങനെ വേടൻ ബാബു ഇങ്ങനെ കലാശാലകളിൽ നിന്നും പഠിച്ചില്ല. കലാശാലകളിലൊന്നും പോയി. വേടൻ പഠിച്ചത് പ്രകൃതിയിൽ നിന്നാണ്. പ്രകൃതിയോടൊപ്പം അയാൾ വളർന്നു, മരം കുറിച്ച് വളർന്നു, മരത്തോടൊപ്പം ജീവിച്ചു. അങ്ങനെ ജീവിച്ചു പോകുന്ന വേടൻ ഞങ്ങളുടെ നാട്ടിൽ ആ സമയത്ത് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത് പടയോട്ടം എന്ന് പറയുന്ന പടമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രം പടയോട്ടത്തിന്റെ സംവിധായകൻ അവിടെ ചായമൊക്കെ എടുത്തു കൊടുക്കുന്ന പണിയാണ് ബാബുവിനുണ്ടായിരുന്നത്. അപ്പോൾ ചായമൊക്കെ എടുത്തു കൊടുക്കുന്ന പണികളുടെ സമയത്താണ് ഈ സംവിധായകൻ പെട്ടെന്ന് ബാബുവിനെ ശ്രദ്ധിക്കുന്നത്. പല്ലുത്തി അറുത്തൊരു രൂപം. അപ്പൊ അതിൽ ആയിരക്കണക്കിന് അടിമകളെ വേണം. ആയിരക്കണക്കിന് അടിമകളിൽ ഒരു അടിമയാക്കി ബാബുവിനെ ഇട്ടാൽ മയക്കപ്പെടേണ്ടാക്കോ എന്ന് വിചാരിച്ചിട്ടുള്ള സംവിധായകയാണ് പിടിച്ച് സിനിമാ നടനാക്കി. അങ്ങനെ സിനിമാ നടനാക്കി വേടൻ ബാബു സിനിമയിൽ അഭിനയിക്കുന്നുണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അന്ന് പ്രേംനസീറാണെന്ന് സ്ഥാനം. ഞങ്ങൾ പ്രേംനസീറിനെ കാണുന്നതിനേക്കാളും ആവേശത്തോടു കൂടി പടം വന്ന ആ അവസരത്തിന് ഞങ്ങൾ നേരെ പോയി പടം കാണാൻ വേണ്ടി. അങ്ങനെ പടം കാണുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കാൻ പണ്ടിങ്ങനെ വെട്ടിച്ച് നോക്കിയിരിക്കുന്നു. വേടനെ കാണാനില്ല. അതിന്റെ ഇടയ്ക്ക് ആയിരക്കണക്കിന് അടിമകളുടെ ഇടയിൽ ഒരു പല്ലെന്തോ കണ്ടു വേടന്റെ ഉദ്ദേശിക്കുന്നത്. അതേ കണ്ടുള്ളൂ. പക്ഷേ അതോടുകൂടി വേടൻ ബാബുവിന്റെ സ്റ്റൈൽ മാറി. വേടൻ ബാബു അങ്ങനെ ബസ്സിലൊക്കെ പെരുപ്പിച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെ ഈ പച്ചക്കറി പീടികയിലൊക്കെ പോയാൽ തേനെ പോലെ ശബ്ദം മാറ്റി 200 വെണ്ടക്ക 100 തക്കാളി പേര് പറയാം. ശബ്ദമൊക്കെ മാറി വലിയ അങ്ങനെ വേടനെ ഞങ്ങൾ മറ്റൊരു പേര് സിനിമാ നടൻ ബാബു, സിനിമാ നടൻ വേടൻ ബാബു എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. ഇത് അറിയപ്പെട്ടപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പണിയില്ലാതെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായി. ഈ പണിയില്ലാതെ നടക്കുന്ന ആൾക്കാരൊക്കെ ഒരു രസം. ബാബു പെട്ടെന്ന് രൂപം മാറി ആരോടൊക്കെ എന്ന് വാങ്ങിയ പാൻസ് യോജിക്കാത്ത പാൻസ് തിരഞ്ഞെടുപ്പ് കെട്ടിയൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഒരു കത്ത് വേടന്റെ പേര് വേടൻ ബാബുന് അതുവരെ അഡ്രസ് ഇല്ലാതിരുന്ന വേടന്റെ വീട്ടിലേക്ക് ആദ്യമായൊരു കത്ത് വരുന്നു.